കഥ പറഞ്ഞുറക്കുന്ന കോടിക്കൽ തീരവും അഴലിനെ മായ്ച്ചിടും മകനാപ്പുഴയും. കഥ പറഞ്ഞുറങ്ങുന്ന കോടിക്കൽ തീരവും അഴലിനെ മായ്ച്ചിടും മകനാപ്പുഴയും. നീലാകാശങ്ങൾക്ക് ചുംബനമേകും കിടന്നിക്കുന്നു മലബാറിന്നു കാവലിരിക്കും വെള്ളിയൻ കല്ലും ചേർന്നൊരുക്കിയ ദേശം. തിക്കോടിയിലെ പഴയകാല വ്യാപാരി വ്യവസായിയായ നമ്മുടെ മൊയ്തീൻക തിക്കോടിയിൽ നമ്മുടെ പ്രദേശത്ത് ആർക്ക് വേണമെങ്കിലും പരിചയം ഉണ്ടാവും. ഹോൾസെയിലായിട്ട് മുട്ട, പുല്ല്, മുള, കഴുങ്ങ്, ചൂടി, ഇതൊക്കെ ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായിരുന്നു. ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായിരുന്നു നമ്മുടെ മൊയ്തീൻകാരെ ഞങ്ങൾ ഈ കോടിക്കലിന്റെ ചരിത്രം എന്ന ഈ ഡോക്യുമെന്ററിയിലേക്ക് പരിചയപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്നാൽ പഴയകാല കുറേ അനുഭവങ്ങൾ പുതിയ തലമുറക്ക് അറിയാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനുമാണ് ഞങ്ങളുടെ ഈ ഡോക്യുമെന്ററി കൊണ്ടുള്ള ലക്ഷ്യം. മൊയ്തീൻകാരെ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്മായിൽ ഖാൻ. തിക്കോടിയിലെ സാമൂഹ്യ, രാഷ്ട്രീയ, മത, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അരീക്കര മൊയ്തീൻക. നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു തലമുറയിലെ പുതിയ തലമുറക്ക് കൂടി അറിയാവുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട മൊയ്തീൻക. മൊയ്തീൻക ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. നാഷണൽ ഹൈവേ വരുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോ വിളിച്ചു പോയപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പ്രായാധിക്യം കാരണം വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം. തിക്കോടിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മർക്കാക്കുണ്ട്. അതുതന്നെ അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ തലമുറക്ക് അറിയാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊയ്തീൻകാക്ക് ഇപ്പോൾ വയസ്സെത്രയായി? 88ലേക്ക് കടക്കുകയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 1937. മൊയ്തീൻകാരുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? സ്കൂളിൽ 5 വരെ, പാലൂർ സ്കൂളിൽ. അന്ന് 5 ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മദ്രസ സ്ഥാപനത്തിൽ ഗണ്യമായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പള്ളി അതേ ടൗണിൽ പള്ളി. മദ്രസയിൽ പഠിച്ചത് എവിടെയാ? മദ്രസ പള്ളി പൊരേന്ന് പഠിച്ച. അന്ന് പൊരേന്ന് പഠിക്കാനാ? ഉസ്താദ് വന്ന് പൊരേന്ന് പഠിപ്പിക്കും. അങ്ങനെയാണ് മുസാഫ് ഖുർആനൊക്കെ ഓതി പഠിച്ചത്. അന്ന് ആരായിരുന്നു ഉസ്താദ്? ഉസ്താദ് ഇബ്രാഹിം ഇട്ടിക്കാന്നതിൻ്റെ മുക്കുരി ഇബ്രാഹിം ഇട്ടിക്ക. രാവിലെ സ്കൂൾ മാസത്തിൽ പോയി, പിന്നെ സ്കൂളിൽ പോയി, മടിയന്ന് കളരിയിലേക്ക് പോകും. പിന്നെ കളരിയിലേക്കാവും. ഏത് കളരി? കളരി പഠിച്ചിക്കാം. വളരെ ചെറുപ്പത്തിൽ. എത്രാമത്തെ വയസ്സിലാ? അതൊരു 14 ഒരുപാട് പരിപാടിക്ക് വയ്ക്കാം. പരിപാടിക്കൊക്കെ പോകണ്ട് ഒരിക്കലും കൂടെ. അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അന്നെങ്ങനെ പോവാ? ബസ്സിനോ? ബസ്സിനും തോണിക്കും ബോട്ടിനൊക്കെ പോകും. പിന്നെ ആഴ്ചക്കൊരിക്കൽ ഔദ ചേരാന് പിന്നെ അങ്ങനത്തെ ആൾക്കാരല്ല. അങ്ങനെ അരിക്കൊരിക്കൽ മുഖ്യമായിട്ട്. പിന്നെ എൻ്റെ ഇതിൻ്റെ ഗായക സംഘം ഇക്ബാൽ മ്യൂസിക് ക്ലബ്ബ്, നമ്മളെ ലീഗിൻ്റെ ഹരിത ഇക്ബാൽ മ്യൂസിക് ക്ലബ്ബ് തിക്കോടി ഉണ്ടായിരുന്നു. ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. ഉണ്ടാക്കിയല്ലേ പൈസ ചെലവാക്കി. നിങ്ങൾ അതിലെന്തെങ്കിലും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയോ? അതല്ല ഔദുക്കായ മക്കള്, അബ്ദുൽ മക്കള്, അബ്ദുൽ ഖാലെ അയാൾ മക്കള് അതൊക്കെ പിന്നീട്
പറയും. പിന്നെ പൊതുപ്രവർത്തനം തുടരുന്നത് എപ്പോഴാണ്? ചെറുപ്പത്തിൽ തന്നെ. ചെറുപ്പത്തിൽ തന്നെ. ഇപ്പോ സ്കൂൾ പഠിത്തം ഇടം വരെ പോയി? സ്കൂൾ LP വരെ അതേ പോയിട്ടുള്ളൂ. പിന്നെ പോയില്ല. പിന്നെ അങ്ങോട്ട് പഠിച്ചില്ല. വായിക്കാൻ പഠിച്ചില്ല. അത് മതി എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ മതി. അപ്പൊ അങ്ങനല്ലേ. പിന്നെ തൊഴില് ചെയ്തോ? ബീഡി കമ്പനിയിലാണ് പയ്യോടി. പയ്യോടി ബീഡി കമ്പനി ബീഡി തെറുപ്പാ? ഏതാവുന്ന ബീഡിയാ? അല്ല, ഗണേഷ് ബീഡി. അതിൽ നിന്ന് കുറച്ച് ആടി നമുക്ക് പ്രവർത്തനം ലീഗിന്റെ പ്രവർത്തനം. മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. 3 മണിയുടെ പണിയെടുത്ത് പിന്നെ പല പരിപാടിക്കും പോകും. അപ്പം ബീഡി തെറുപ്പ് എത്ര കൊല്ലോ? അതിൽ 3-4 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇത് പത്രത്തിന്റെ ഏജന്റ്. ചന്ദ്രിയ, ദശാമാനി, കേരള ജനത. അന്ന് കേരള ജനത പത്രമുണ്ട്. PSP 10 ചന്ദ്രിയയിൽ നിന്ന് 100 ആക്കിയാൽ 100 ഒരുപാട് പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ലാസ്റ്റ് 6,000 പോയത് പിന്നെ ലാസ്റ്റ് സുലൈമാൻകാർക്ക് കൊടുത്തു. ആ കാലഘട്ടത്തിൽ നമ്മൾ രോഗികളെ സഹായിക്കുക. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. വാട്സപ്പ് ഗ്രൂപ്പോ സൗകര്യങ്ങളൊന്നുമില്ല. ഒരാളെടുത്ത് ഒരു 10 രൂപ കിട്ടണമെങ്കിൽ അയാളെ വീട്ടിൽ 2-3 പ്രാവശ്യം പോകേണ്ടി വരും അല്ലേ? അത് അവരിൽ നിന്ന് വാങ്ങി ആ രോഗികളിൽ എത്തിച്ചു. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അന്ന് നിങ്ങളെ കൂടെ നിന്ന ആളുകളൊക്കെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ന് മമ്മുണ്ട്, നാഗത്തിൽ കാര്യമായി ലീഗിനുണ്ടാക്കിയ ആളായിരിക്കും. തിക്കോടിയിൽ ലീഗിനുണ്ടാക്കിയ ആളാണ്. പിന്നെ കുഞ്ഞമ്മയ്ക്ക് TC കുട്ടിയമ്മയൊക്കെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ നമ്മളെ കേക്കുട്ടിയായിരിക്കില്ലേ, കുട്ടികൾക്ക് 3 കുട്ടികളായിരുന്നു പരിപാടി. ഒരു എംകുട്ടിയാലി, കേക്കുട്ടിയാലി, വീക്കുട്ടിയാലി, കോൺഗ്രസ്, മാർക്സിസ്റ്റ് ലീഗ് 3 കുട്ടികളായിരുന്നു. 3 പ്രഗത്ഭരായിരുന്നു. പ്രാദേശിക നേതാക്കന്മാർ. മറ്റേത് MLA കുട്ടികൾ. അപ്പം വീട് തെരപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയ പണി പിന്നെ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ എത്രാമത്തെ വയസ്സിലാണ് പോകുന്നത്? മദ്രാസ് പോയി എന്താ വീട്ടിൽ തെരപ്പ് പോകുന്നത്. മദ്രാസിൽ പോകുന്നത് 14. മദ്രാസിൽ പോകാൻ കാരണമുണ്ട്. ഉപ്പ കുഞ്ഞേലി അതിന്റെ കാര്യസ്ഥനാണ്. ഈ പ്രദേശത്തിലോ അങ്ങനെയാണ് ബന്ധപ്പെട്ട്. അപ്പോ ഫോക്കസ് സാഹിബ് തലശ്ശേരിക്കാരനാണ്. മുസ്ലിം ലീഗിന്റെ പഴയ പാർലമെന്റ് മെമ്പർ ഫോക്കസ് സാഹിബ്. അത് തലശ്ശേരിക്കാരനാണ്. അത് പെണ്ണ് കിട്ടി തിക്കോടി ഖബർസ്ഥാനിൽ തിക്കോടി അങ്ങാടി മസ്ജിദിലാണ്. കുഞ്ഞേലാജിന്റെ അങ്ങനെ കല്യാണം കഴിച്ചു. കുഞ്ഞേലാജി കല്യാണം കഴിച്ച് അറക്കൽ രാജാവിന്റെ മോളയാണ്. അറക്കൽ രാജ കുടുംബത്തിലെ അറക്കൽ രാജാവിന്റെ മോളയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഞാനിത് നിരന്തരം ബന്ധപ്പെടും. അടാ എന്താ നല്ല ഫുഡ് കഴിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അതായിരുന്നു ഭാഗ്യം. അപ്പോ മിക്കവാറും ദിവസം അടുത്തു. അപ്പം പോലടാ തന്നെ. അപ്പോ പിന്നെ ഈ 2 ആൾക്കാർ വേറെ ഉണ്ട്. അവിടെ പഠിക്കാറ് 4 പെൺകുട്ടികളുണ്ട്. പഠിക്കാൻ 4 പെണ്ണുങ്ങൾ. നല്ല ഭക്ഷണം ഉണ്ടാവും. മദ്രാസിൽ പോകാനുള്ള കാരണം ഇവരോടുള്ള ബന്ധം അങ്ങനെ പോയതാ. അങ്ങനെ പോയി. കുഴപ്പത്തൊടിന്റെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. കുഴപ്പത്തൊടി പറഞ്ഞല്ലേ ഓരോ കുടുംബം ഇവിടെ അമ്പവൻ അവിടെ പോയി. ഞാൻ കോഴിക്കോട് അങ്ങനെ ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെയാണ് മദ്രാസിലേക്ക് പോകുന്നത്. മദ്രാസിലേക്ക് ഒരു കൊണ്ടുപോയാലും നിങ്ങൾ സ്വന്തം പോവേ? അല്ല, ഒരു ഉണ്ട്. അങ്ങനെ ഞാളോട് പോരാടാൻ തന്നെ. അപ്പൊ അവിടെ പോയി. ഉപ്പ സമ്മതിച്ചോ? അപ്പോ അവിടെ പോയപ്പോ എന്ത് പണി? പ്യൂണ്. എവിടെ പ്യൂണ്? ഓഫീസിൽ പോണേ. പോക്കർ സാഹിബിന്റെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന പാർലമെന്റ് മെമ്പറായിരുന്ന പോക്കർ സാഹിബിന്റെ ഓഫീസ് പ്യൂണ്. അത് ഏത് കാലഘട്ടത്തിലാണ്? നിങ്ങൾക്ക് തന്നെ വയസ്സത്രയ്ക്ക്? അപ്പൊ 55 അങ്ങനെ തോന്നുന്നത്. അപ്പൊ എല്ലാവരായിട്ട് ബന്ധപ്പെടും. സി സാഹിബ്, പോക്കർ സാഹിബ്, ഷാഫി സാഹിബ്, ഒഫി സാഹിബ്, അന്നത്തെ MLA വരില്ലേ, ഇവരൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന. അപ്പോ സി സാഹിബ് എത്ര കൊല്ലം നിന്ന്? പോക്കർ സാഹിബിന്റെ കൂടെ ഓഫീസ് പിന്നായിട്ട് 4 കൊല്ലം 3 കൊല്ലം ഞാൻ അവിടെ നിന്നിട്ട് അവിടെ തയ്യപ്പി കഴിഞ്ഞാൽ
അപ്പോൾ തീർച്ചയായും എൻ്റെ പുറത്താറ്റീനെ പറയല് വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞു ഇല്ലേ ഞാൻ ദുഃഖിക്കുന്നു വരും സ്നേഹാനോട്. അപ്പോൾ ഈ അപ്രന്റീസുമാരുണ്ട് ഒരുപാട് ഇപ്പോൾ പഠിക്കുന്ന ഒരുപാട് ജഡ്ജിമാരൊക്കെ ഉണ്ട്. മദ്രാസ് ഹൈക്കോടതി കണ്ടീനാ എടുക്കാം. ദുനിയാവിൽ എല്ലാ കോടതിയിലുള്ളിലുണ്ട്. ഞാനിങ്ങനെ 10 മണിക്ക് പോയാലേ ഇങ്ങനെ ചുറ്റിനുള്ളിൽ അപ്പോൾ അത് 4 കോടതി വിടുന്നായിരുന്നു. അപ്പോൾ ഈ നിയമ ബുക്കുകളുണ്ടല്ലോ ഇതൊക്കെ ഈ ഇതിൽ ലൈബ്രറി അല്ല വാദപ്രയോഗം നടത്തി കൊടുത്തിരിക്കൊള്ളുന്ന സമയമുണ്ട്. അപ്പോൾ ഓരോ ആക്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന ആക്ട് ഇത്രാമത്തെ ലാഹോർ അജ്മീർ മറ്റങ്ങനെ പിന്നെ നിയമവ്യവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ബുക്ക് ടെക്കിന് ഞാൻ എടുത്തു കൊടുക്കും. പറഞ്ഞ സ്പോട്ട് എടുത്തു 2 ക്ലർക്കുമാർ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ആ സ്പീഡ് പോലും കിട്ടിയില്ല. അപ്പം അതുകൊണ്ടുള്ള വലിയ സ്നേഹം. പിന്നെ ഞാൻ അവിടെ തടിയപ്പിക്കായി. തടിയപ്പം എന്താ തന്നെ ലീഗ് തലയിൽ കയറി നാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കണം എന്നൊരു ചിന്താണ്. അങ്ങനെ കൂട്ടിയാണ് നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ലീഗ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് ലീഗിന്റെ പ്രവർത്തനങ്ങളായിട്ട് സജീവമായിട്ട് ഫുൾ ടൈം വർക്കായി. ഞാൻ PPO കഴിഞ്ഞതിന് അറിവിവറായി. അറിവിവറിയോ അറിവിവറായി പിന്നെ മുനിസിപ്പൽ കോടതിയിൽ ക്ലർക്കല്ലേ. മുനിസിപ്പൽ കോടതിയിൽ ക്ലർക്ക്. പിന്നെ PPO ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ കാലഘട്ടത്തില് നിങ്ങൾ ഈ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടില്ലേ? അതിന് സൈക്കിൾ ഷോപ്പുകൾ അതേതെങ്കിലും ഒരു ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റും? മങ്കുട്ടിൽ മുഹമ്മദ്. ഒന്നും കൂടി വ്യക്തമാക്കിയ മങ്കുട്ടിൽ മുഹമ്മദ് മൂപ്പർക്ക് എന്ത് സേവനങ്ങൾ ചെയ്തു കൊടുത്തത്? മങ്കുണ്ടിലെ മമ്മദ് മരം ഇറക്കുന്ന സമയത്ത് മരം കാലിന് വെട്ടി കാല് മുറിഞ്ഞത്. അത് അമ്മൂക്കാന്റെ മരം ഇറക്കിയ അപ്പൊ കാല് വരുമ്പോൾ കാല് വെട്ടി. അങ്ങനെ ഞങ്ങൾ റിലീഫ് കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ റിലീഫ് കമ്മിറ്റിയാണോ ബി പോക്കർ സാഹിബ് കമ്മിറ്റി? അങ്ങനെ അവന് കുറെ സൈക്കിളും വീടിയെല്ലാം സൈക്കിൾ ഷോപ്പ് ഈ അടുത്ത കാലത്ത് ഒരാളുണ്ടായിരുന്നു. സൈക്കിൾ ഷോപ്പ് ഒരു ചെറിയ പെട്ടിപ്പീടിയ, മുട്ടായിയും അതൊക്കെ വിൽക്കുന്ന ഒരു പീടിയ. അതൊന്ന് ഉണ്ടാക്കി കൊടുത്തു. അതിനോട് ജീവിച്ചു വന്നേ. അതുപോലെ ഏതെങ്കിലും അനുഭവങ്ങൾ ഓർമ്മ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മയ്യത്തടക്കല് അനാഥ മയ്യത്ത് കിടക്കില്ല. നമ്മളേറ്റെടുക്കും പോയിട്ട് നമ്മളിങ്ങനെ നോക്കും വല്ല കഴിവുണ്ടോ ഇല്ല. നമ്മൾ വേദാണ് ആളെ ഏറ്റെടുക്കുന്നതിന്. അപ്പോൾ ഈ മയ്യത്തടക്കുന്ന എല്ലാ ചെലവും കൂടി വ്യക്തമാക്കണം. അതായത് പാവങ്ങളായ ആളുകൾ മരിച്ചാൽ അല്ലേ, അതിന് സാമ്പത്തികമായിട്ട് ചുറ്റുപാടില്ലാത്ത രോഗിയായി കിടന്ന് കുറെ കാലങ്ങൾ കിടന്നിട്ട് അങ്ങനെ മരിച്ചു നമ്മൾ കൊടുക്കും. അതുപോലെ എല്ലാ ചെലവുകളും അതിനുള്ള പിരിവുണ്ട്. പിരിവ് അധികം ബോംബെ വരുന്നത്. ബോംബെ അത് ഏക്കസിലമൊക്കെ അതിന്റെ ആള്. പിന്നെ ഇവനുണ്ട് അബ്ദുള്ള തിക്കോടി. അബ്ദുൽ തിക്കോടി എന്നെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിനാ അബ്ദുൽ തിക്കോടി ഓനാടിയാണ്. അവൻ എഴുത്തുകാരനും സാഹിത്യകാരനൊക്കെ ഇപ്പോഴും ഉണ്ട്. മരിക്കില്ല. കണ്ണികളായിട്ട് ആരാ അവിടെ ജീവിച്ചിട്ടുണ്ട്? ഇപ്പോഴോ അബ്ദുള്ള തിക്കോടിന്റെ കണ്ണികളായിട്ട് നമുക്കിപ്പോ പൊതുജനത്തിന് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? അബ്ദുൽ തിക്കോടി തന്നെ പോണം, ഓണം തന്നെ കാണണം. അല്ല അങ്ങനെയല്ല, ഇന്ന ആളുടെ മരുമകൻ ഇന്ന ആളുടെ മക്കളൊരു ബന്ധമുള്ള ആരെങ്കിലും? അസുണ്ട്. ഏതസു? ചങ്കടിയിൽ അസു, നമ്പൂരിവടത്തിൽ അസു. മൂപ്പരെ ബന്ധുക്കാരനാ? ഓർമ്മയില്ല. എന്തായാലും ബോംബെയിലാണെന്ന് റിലീഫ് പ്രവർത്തനത്തിലുള്ള കുറച്ച് പൈസകളൊക്കെ വരിക. അന്നത്തെ ഗൾഫ് അവിടെയാ. അപ്പൊ അതെങ്ങനെ വരിക? ഇവിടെ തപാലായിട്ട് പിന്നെ ബാംഗ്ലൂർ മണിയോട്ടായിട്ട് വരിക. അതേ മണിയോട്ടേ. പിന്നെ എന്താ പിന്നെ ബാംഗ്ലൂർ മുഖ്യമായിട്ട് കുറെ ആളുകൾ നമ്മുടെ നാട്ടുകാരും ബാംഗ്ലൂരിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഇപ്പോഴുണ്ട്. അപ്പൊ ഈ മാർസെന്റും പള്ളിനെ കാടുന്ന പേര് വിളിച്ചുകൊണ്ടിരുന്നത് ബാംഗ്ലൂരിൽ. നമ്മുടെ പ്രദേശത്തുള്ള ഒട്ടുമിക്ക സാമൂഹ്യ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒക്കെ നേരിട്ട് ഇടപെടിയ ആളുകളാണ് അല്ലേ, ബന്ധമുള്ളതാണ്. ഇന്ന് നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഇന്ന് ഓർമ്മിക്കുന്ന സഹായങ്ങളുണ്ടല്ലോ, ഇന്ന് ഓർമ്മിപ്പിക്കുന്ന സഹായങ്ങൾ, ഇന്ന് നിലനിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മിപ്പിക്കും. അതായത് നമ്മുടെ റെയിൽവേ ക്രോസിന് ഇത് അനുമതി കിട്ടിയത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ. തിക്കോടി ടൗണിൽ നിന്ന് കോടിക്കൽ ബീച്ചിലേക്ക്
റോഡുണ്ടാക്കിയത് കാര്യമായിട്ട് ബന്ധം മമ്മൂന, പിന്നെ നാണു, TV നാണു, പക്ഷേ കോൺഗ്രസിനാണ്. പിന്നെ അതുകൊണ്ട് കമ്മിറ്റി നിരന്തരം പദ്ധതി അത് ഞാൻ തോടായിരുന്നു അവിടെ. എടാ വെള്ളത്തിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറം കടന്നാൽ കൽക്കൽ തോടുന്നു വരും തോടാ. പക്ഷെ അത് കുറെ കാലം റോഡ് ആയതിനു ശേഷവും റെയിലിന് ഒരു പെർമിഷൻ കിട്ടിയില്ലായിരുന്നു അല്ലേ? റെയിൽ കടന്നു അത് വൈകി. അത് പിന്നെ വാങ്ങിയതാ. അത് പിന്നെ ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ റെയിൽ ബന്ധായി കഴിയുന്നൊരു തോന്നൽ ഗേറ്റ് അങ്ങനെ നമ്മൾ ജനീയ സാധ്യത സംഘടിപ്പിച്ചപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകണമെന്നുള്ളത് എന്നാലേ ഗേറ്റ് കിട്ടും. അങ്ങനെ കുറേ ആളെ സംഘടിപ്പിച്ചു. ഒരാൾ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോവുക, വീട് വന്ന് നോക്കുമ്പോൾ റെഡിയല്ല, ഓരോ ആൾക്കാരല്ലേ ഗേറ്റ് ആലോചിച്ചു. അല്ല ഗേറ്റ് ഉണ്ടാക്കിയത്. ഇല്ല, നമ്മുടെ നാടിന്റെ വികസനം എന്നുള്ള ഇടയ്ക്ക് FCI ഗോഡൗണൊക്കെ വരുന്നത് FCI ഗോഡൗണ് വരുന്ന അത്രയൊക്കെ ആയിരിക്കും. എത്ര ഓർമ്മയില്ല, എത്ര ലക്ഷം 70 കാലഘട്ടത്തിലല്ലേ നമ്മൾ ഈ യോഗം ചെല്ലുന്നുണ്ട്. മുസ്ലിം യോഗം ചെല്ലുക എവിടെയാണെന്ന് അറിയാം. വടക്ക് പോകാൻ വീട്ടുകാർക്ക് അമ്പതിക്കുള്ളവർ ആ ഈ FCI ഗോഡൗൺ കാരണം നാട് ഉപേക്ഷിക്കപ്പെടേണ്ട ആരെങ്കിലും ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് ഒരു നാട്ടിൽ നിന്ന് ആ കാരണം കൊണ്ട് ആ സ്ഥലം തന്നെ വിട്ടു പോയി പോയ ആളുകൾ പിന്നെ ഓടിക്കൊണ്ട് ഒന്നും ഉണ്ടായില്ല അല്ലേ? ഓ നമ്മൾ ഓർക്കണം. അത് ഇവനാ നാണുവൈദ്യ ഞാൻ പോയിക്കോളാം മരുതോങ്കര ഒരൊക്കെ ഇത് കാരണം നാട് ഉപേക്ഷിക്കപ്പെടേണ്ടതാ അല്ലേ? കമ്പൗണ്ടർ അല്ല, നാണുവൈദ്യരൻ കഴിഞ്ഞിട്ട് പിന്നെ AK മൊയ്തുക്കാന്റെ പോരാ, അത് കഴിഞ്ഞിട്ട് പിന്നെ മുഹമ്മദ് ഒരിക്കലും പോരാ. അതിന്റെ ഇടയിൽ ഒരു പുറയും കൂടി ഉണ്ട്. പിന്നെ അതൊക്കെ ഞാൻ സ്കൂൾ പോകുന്ന സമയം 78, 75 വരെ ആടൊരു പുറ ഉണ്ടായിരുന്നു, മറന്നുപോയി. അതിന്റെ ബാക്കിലുണ്ടായിരുന്നു, മറയുടെ പള്ളിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു പറ. അവിടെയൊക്കെ കുറെ പുറകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തിക്കോടിയിലെ ടൗണ് ഇപ്പൊ അതില്ല. റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് സൈഡിൽ എല്ലാ ഭാഗവും പൊളിച്ച്. അപ്പോൾ ആ കാലഘട്ടത്തിലെ നമ്മൾ ഈ കോടിക്കൽ പ്രദേശത്ത് നിന്ന് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തിക്കോടി ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അസർബാദ് മഹരിബൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നത് ടൗൺ മസ്ജിദാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് വന്നത് നോക്കുന്നത്? പിന്നെ മൊയ്തേജി അജിന് പോവുക അങ്ങനെ അജിന് പോകുമ്പോൾ ഞങ്ങൾ മൊയ്തേക്ക് യാത്ര കൊടുത്തു വലുത് സ്കൂളിലെത്തി. മുഖ്യമായി ഈ പ്രശ്നമായി ഉൾപ്പെടുത്തി. പാലൂർ സ്കൂൾ വെച്ച് യാത്രയായിട്ട് കൊടുക്കുക. ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ടൗണിൽ പള്ളി ഉണ്ടായിത്തരണമെന്ന് അയാൾ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പിന്നെ സ്ഥലം നിങ്ങൾ തരികയാണെങ്കിൽ പള്ളി ഉണ്ടായിത്തരണം. അയാൾ 5 കഴിഞ്ഞ് വന്നപ്പോൾ പള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിക്ക് സ്ഥലം എങ്ങനെ ഉണ്ടാക്കി? നടുവിൽ നമ്മൾ സൗജന്യമായിട്ട്. പിന്നെ ഞാനും മമ്മും, അതായത് സെക്രട്ടറി മുഹമ്മദ്, പ്രസിഡന്റ് മൊയ്തേജി, കലാജിയാൻ ഈ കലാജിയാൻ സെക്രട്ടറി നടുവിൽ മുഹമ്മദ് ഓൻ്റെ സ്ഥലമാണ് 4 സെന്റ് സ്ഥലമെന്ന് പറഞ്ഞ അങ്ങനെ പള്ളി ഉണ്ടായി, ചെറിയ പള്ളി. അതങ്ങനെ പോയി. തിക്കോടിയിൽ ആദ്യത്തെ ടൗൺ മസ്ജിദ് ഉണ്ടാകുക ചെറിയ പള്ളി, ഒരു 10-20 ആൾക്കാരും കൂടി നിൽക്കുന്നത് കേട്ടോ അന്ന്. അപ്പോൾ പിന്നെ ഒരു തനിക്കൊരിയും ഒരു മൊയ്യാറും. മൊയ്യാർക്ക് 30 രൂപ ശമ്പളം, തനിക്കൊരിക്ക് 15 രൂപ. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ബില്ല് ചെറിയ ബില്ലടക്കണം ഒരു 5 രൂപ. ഞാൻ ഇറക്കുന്നേ. അപ്പം പിന്നെ ഇതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 11 തെങ്ങ പള്ളിൻ്റെ. ആ തെങ്ങ് തെങ്ങയുടെ അടല് കോടിക്കൽ ചേരാൻ പതിനാള, പിന്നെ എത്തിച്ച പതിനാള, ഇങ്ങനെ കണ്ടു. പിന്നെ പടവലത്തിന് ആളെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ പടവലത്തിന് ഒരു അന്നത്തെ ഏറ്റവും വലിയ ഇതില്ലേ ഒന്നാടാ, പോക്കിനാളെ 50 ഇങ്ങനെ പറിച്ചുണ്ടാക്കാത് അതിന്റെ കഥ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരും. ഓരോ സ്ഥലത്തും ഓരോ തെങ്ങായാലും 11 തെങ്ങ് പറിച്ചുണ്ടാക്കിയിട്ട് തേങ്ങ ഒരുമിച്ച് കൂട്ടണം. അതിനെ കൊണ്ട് പാടാ അതിനെ കൊണ്ടാ പൈസ കൊടുക്കുക.
ഈ 30 മുതൽ 45 രൂപ 45 റുപ്യ കിട്ടും. ശമ്പളം കൊടുക്കില്ല. ശമ്പളം കൊടുക്കുക. ആ കറണ്ട് ബില്ല് 5 രൂപ വരിക. അന്ന് തന്നെ കറണ്ട് കിട്ടി. അത് ഞാൻ നടക്കും. ഇങ്ങനെ പോയി. പിന്നെ ആടുന്ന് നമ്മൾ പള്ളി വിപുലീകരിച്ചു. അത് രണ്ടാമത് കുറച്ച് വാർത്ത് കൂട്ടിയാക്കി. അതതിൻ്റെ ഫോട്ടോ അവിടെ കണ്ടതാ. ഞങ്ങൾ രണ്ടോളുണ്ട് പള്ളിയിലാടാ. എൻ്റെ പള്ളി എൻ്റെ ഫോട്ടോ ഉണ്ടായില്ലേ, ഞാൻ മെമ്പർ. അറിയില്ലേ, കുറച്ച് വലുതാക്കി. കുറച്ച് വലുതാക്കി. കുറച്ച് വലുതാക്കി ജുമാ തുടങ്ങിയില്ല. പിന്നെ ജുമാ തുടങ്ങുന്ന കാരണമുണ്ട്. ജുമാ തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുരുത്തം കെട്ട ആൾക്കാർ ചെറുപ്പത്തിൽ അപ്പോൾ ആ ഒരു പള്ളിയില്ലേ ഒരാക്കന്മാർ ശമ്പളമില്ല. ഒരിക്കലും എല്ലാവർക്കും ഒന്നേക്ക് അങ്ങോട്ടെല്ലാവരും മരിക്കണം, എങ്ങോട്ടായാലും മരിക്കണം, അല്ലെങ്കിൽ പിന്നെ നിക്കാവ് കിടക്കണം, എന്നാലേ ഒരു തന്നെ പൈസ കിട്ടു. ഇത് പോരാ, ഒരു ശമ്പളം കൊടുക്കണമെന്ന് തന്നെ. അപ്പം അത് ഞാനൊരു മെമ്മറോടെ ഉണ്ടാക്കി. അന്ന് പുള്ളിയാൾക്ക് കായ്റ്റിക്ക കാരണോട് മൂപ്പർ കൊടുത്ത് ശമ്പളം കൊടുക്കുന്നത്. അപ്പം ഇവർ നമ്മൾ അടിച്ച് പുറത്താക്കിയായിരുന്നു. ഇൻഷാ അല്ലാഹ് പ്രതികാരം ചെയ്ത് അടങ്ങുന്നേ. അങ്ങനെ ഒരു പ്രശ്നമായി. അങ്ങനെ ഈ കുട്ടിയമാജി ഞങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ചിന്തയുള്ള പിള്ളേർ കുട്ടിയായി സമ്മതിക്കുന്നുണ്ട്. ഒരു മൊയ്യാറ് വലിയ നമ്മൾ വൈകിൽ കുത്തിരിക്കുന്നത് അതെ നിങ്ങളുടെയാന്ന് വെച്ചാൽ ഞാൻ മടയില അങ്ങനത്തെ അവിടെ കുത്തുപോകുന്നില്ല. അവർ അടി കിട്ടും നോടുന്നു. അങ്ങനെ ഇവിടെ നിൽക്കണ്ടെന്ന് അങ്ങനെ കുത്തുപോകുന്നേരം കന്തൊക്കെ പിടിച്ച് താലിട്ടു. ഇത് വന്ന് താല്പര്യടിയായി. അടിയായപ്പോ CRP കമ്പനി പരിപാടി എല്ലാം ഇങ്ങ് പോകുന്നു. കാലത്തിൽ അടിയൊക്കെ തുടങ്ങി. എല്ലാത്തിനും കിട്ടിയടി. പിന്നെ അതിന് പ്രശ്നമായി. കൂട്ടിയിട്ട് പിന്നെ ആറിലെ കൂടി ചാറിലെ ഹംസായി ആറിലെ മൗനാശ ഉറപ്പല്ലേ അതുകൊണ്ട് പോയി മധ്യസ്ഥ താക്കോല് വാങ്ങി. അപ്പോൾ ഒരു നിബന്ധന മലയാളമാണെന്ന്. അതാ മലയാളം വന്നതിൽ ഇത് കുത്ബന്ധം മലയാള പുസ്തകം അത് അന്ന് വന്ന പിന്നെ പോയി. ഈ കോടിക്കലുള്ള ഒരുപാട് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ തിക്കോടിയിൽ ബന്ധപ്പെടുന്നത് ഇതിലേക്കാണ്. ഓർമ്മയിലുള്ള കുറെ ആളുകൾ അവരൊന്നും ഓർമ്മപ്പെടുത്തുക. വൈകുന്നേരം ചാവടിക്കാൻ ആള് വരും. നല്ല ചൂടുള്ള കടിയും ചായയിലുണ്ടാവും. ചൂടുള്ള വിട്ട് മഴ ഇങ്ങനെ കണ്ടമാനുണ്ട്. മോഡൻ കേപ്പുള്ള കാലത്ത് നിങ്ങൾ പിടിയില്ലേ? മോഡൻ കപ്പിൽ പിന്നെ വന്നത് അത് പയ്യെ അതിങ്ങനെയാ എല്ലാം വൈകുന്നേരം ബന്ധപ്പെടും. ഭയങ്കര ആരെല്ലാം വരിക? കോടിക്കുന്ന ആൾക്കാർ ഏകദേശം ആൾക്കാരും. പിന്നെ അതിനൊക്കെ ഞാൻ ഫസ്റ്റിലാ തുടങ്ങിയ കൂടി കല്ലെടുത്ത ഒരു കച്ചവടം അവിടെ മീൻ പിടിക്കുന്ന കാലത്ത് ഞാനും അമ്മും അവിടെ മീൻ പിടിക്കുന്ന അന്നത്തെ 200 രൂപ. നല്ല കച്ചവടം ഇഷ്ടമാണ്. പിന്നെ രണ്ടും സാധാരണ വാങ്ങിക്കാൻ അവിടുത്തെ കച്ചവടം കൊണ്ട് അതായത് അതൊക്കെ ഇപ്പൊ ഉണ്ടോ സാറോ? അടാ ഇവിടെയാ കാലം വിറ്റ് ഇവിടെ. അതാ എന്നോട് അവർ റോഡ് ചെയ്യാനുണ്ടാക്കുന്ന എന്തെങ്കിലും സ്ഥലം വെട്ടി റോഡാക്കി അതിലെ ഇതൊന്നും ഇത് പരിസ്ഥിതികളിൽ കൂടി ഉണ്ടാക്കിയ മീൻ പാഞ്ഞി കളിക്കുന്ന സ്ഥലം ഇവിടെ അതിനാ റോഡാക്കിയത്. തിക്കോടി അങ്ങാടി കച്ചവടം ചെയ്ത് പിന്നെ അത് തിക്കോടിയിലേക്ക് തന്നെ പോകുന്നത് അല്ല. അത് പിന്നെ ആവി ഇങ്ങനെയല്ലേ സുപ്രഭാത ആവി ഇങ്ങനെ പോയി. ഇവിടെ ചെന്നോക്കുന്ന തുറക്കാൻ 10-40 തെങ്ങും കൂടി ഒന്നുമില്ല കടലുണ്ട് കൊണ്ടുപോയി. പിന്നെ 50 തിക്കോടി ടൗണിൽ വന്നു. അത് 62 അപ്പൊ അതിന് മുമ്പാണ് കച്ചവടം ചെയ്തത്. 62 കച്ചവടം ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ തന്നെ. അപ്പൊ അന്ന് കോടിക്കന്ന് വരുന്ന ആളുകള് ഓർമ്മയുള്ള ആളുകൾ ക്യാമ്പ് നമ്മൾ ക്യാമ്പ് ഒരുപാട് ആൾക്കാർ ആരെല്ലാം ഓർക്കുന്നുണ്ടോ? പുതിയ ആൾക്കാർ മുസ്ലിക്ക മമ്മൂക്കാരനും ബാപ്പ അലിഖാന്റെ മമ്മൂക്കാരനും ബാപ്പ പിന്നെ അവരായിട്ട് അഹമ്മദ്ക്ക പിന്നെ മൊയ്തുക്ക എസ് കെ മൊയ്തുക്ക പിന്നെ അസീനാറ് എന്താ അങ്ങാടിയല്ലേ എല്ലാം വൈകുന്നേരമുണ്ടാവും. ഒരേ കാര്യം ചർച്ച ചെയ്യും. പല പ്രശ്നക്കാരുണ്ടാവും. പ്രശ്നം പരിഹരിക്കുകയും ചെയ്തത് നല്ല ടീമുണ്ടല്ലേ. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സമ്മേളനങ്ങൾ പിന്നെ കലാപരിപാടി. കൊയിലാണ്ടി ഞാൻ ഏകദേശം ഒരു
62 മുതൽ 65 മുതൽ അങ്ങനെ ഏകദേശം 2000 രൂപ കൊയിലാട് താലൂക്ക് കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റി സ്ഥിരം PV ഇങ്ങനെ എന്തെങ്കിലും അന്ന് PV അല്ല അവധ് കുട്ടിയായി, പിന്നെ ഹുസൈൻ ബാഫയ്ക്ക് അവധ് കുട്ടിയായി പ്രസിഡന്റ്, പിന്നെ ഹുസൈൻ ബാഫയ്ക്ക് സെക്രട്ടറി. പഴയ താലൂക്ക് കമ്മിറ്റി കൊയിലാടി താലൂക്ക് കമ്മിറ്റി. ഹുസൈൻ ബാഫയ്ക്ക് മിക്കപ്പോ രാവിലെ 10 അന്നിരായിട്ട് വരും എൻ്റെ അടുത്ത് സൈക്കിൾ ചവിട്ടി. ഈ 10 അന്നിരയാണ് 10 സ്ഥലത്ത് എത്തിക്കുന്നത്. ഇവിടെല്ലാം നൽകിയത് ഒന്ന് ഹൈസ്കൂളിന്റെ അടുത്ത് KV ഹസീനാണ്, അറിയോ? പിന്നെ പള്ളിക്കര TP മുസക്ക വീഡിയ, പിന്നെ കൊപ്രകടത്തില് കുഞ്ഞുമൽക്ക പുതുക്കുടി, മലമലാവുതല്ലി എടാ അറിയോ ഹന്തിയിലാണ്. പിന്നെ ചാണകത്തിൽ പൂപ്പായ എടാ ഇക്കോട് കഴിഞ്ഞെടുത്ത് കച്ചവടം. പിന്നെ കെട്ടിട മമ്മൽക്ക കടന്നിട്ടില്ല. അപ്പൊ ഇവർക്ക് എത്തിക്കുകയും ഇതെങ്ങനെ പോകുന്ന സൈക്കിളല്ല, ഇത് കേകിന് വരുന്നവരും മീനിന് കിട്ടിയാ കിട്ടിയില്ല. അപ്പൊ അതിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കില്ല. അവസാനം ഉമ്മാന്റെ കത്തിലെ വെച്ചിട്ടാ കടമ്പടിയോ. പിന്നെ വിടാൻ പറ്റില്ല. പിന്നെ ചെറിയായിട്ട് കളിക്കാന്നില്ല. അപ്പൊ 10 നിരയിൽ 100 പിടിച്ച് 100 പിടിച്ച് സുലാനക്കാർ കൊടുത്തു. സുലാനക്കാർക്കല്ല പടവത്തിന് ഇതുപോലെ നല്ല കുട്ടികളുണ്ടായിരുന്നു നമ്മളെ പറമ്പിൽ വെക്കുന്നത്. പിന്നെ അവസാനം സുലാനക്കാർ കൊടുത്തു. അപ്പോൾ 100 കോപ്പി ആയി. അതായത് 10 ചന്ദ്രിക കോപ്പിയിൽ നിന്ന് 100 കോപ്പിയിൽ എത്തിച്ചു. ഇതിലൊക്കെ പ്രയത്നം കൊണ്ട് 10 ചന്ദ്രിക 10 നാട്ടില ടൗണിലൊന്നല്ല, 5 പേർക്ക് പള്ളിക്കര. ബഹുമാനപ്പെട്ട VK മുഹമ്മദ് ഖാൻ, റസിയാസോട്ട് മുഹമ്മദ് ഖാൻ നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി പുതിയ തലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസുഖാക്ക് അറിയാവുന്ന ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെച്ചു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് ഖാൻ നമ്മളെ രംഗത്ത് കൊണ്ടുവന്നു. പിന്നെ അന്ന് കളിയിലെല്ലാം ഞാനാ പഠിപ്പിച്ച വിളകുഞ്ഞാവുക്കാൻ മുഹമ്മദ് ഖാനല്ല ഇബ്രാഹിം കുട്ടിയാജി എൻ്റെ അവിടെ കളി കെട്ടി അവിടെ നിന്ന് ഞാൻ പഠിപ്പിക്കുന്നു. മുഹമ്മദ് ഖാൻ എന്നെ കൊണ്ടുപോകാത്ത ഇബ്രാഹിം മാഷ കല്യാണത്തിൽ ഞാൻ കൊച്ചിയിലെല്ലാം പോയിട്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, പ്രായമുള്ളതുകൊണ്ടാണ് പറയുന്നത്. കാരണം തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തണമെങ്കിലും മുഹമ്മദ് ഏത് സെക്ഷനിലുള്ള രോഗികൾ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അതായത് എവിടെ അവർ താമസിക്കുന്നത്, മെഡിക്കൽ കോളേജിലെ ഓരോരോ സ്വന്തം കൈമെന്ന് പൈസ പരിഹാരം TV സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേക ഇൻട്രസ്റ്റ്. അത് നോക്കി പിടിച്ചിട്ട് മൂപ്പർ വരും. പിന്നെ കല്യാണം മിക്ക കല്യാണത്തിനും മൂപ്പറ പന്തലും എല്ലാ സെറ്റും. അവസാനം പൈസക്ക് പോയി പിന്നെ പൂക്കുണ്ടാവില്ല, പൈസ കിട്ടില്ല, വളരെ അപൂർവം. പിന്നെ പാർട്ടി സ്റ്റേജിന്റെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാല് മുഹമ്മദ് ഖാന്റെ ഇത് പന്തലും പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, അങ്ങനെ ഒന്നിനും പുറത്തു കൊണ്ടാണ്. എന്റെ ഒരു പെങ്ങളെ കല്യാണത്തിന് അനുഭവം ഉണ്ട് മൂപ്പർക്ക് മറക്കാൻ പറ്റാത്ത. പണ്ടാരോ സിംഗപ്പൂരിൽ നിന്നിട്ട് ഒരു വാച്ച് കൊടുത്തിരുന്നു. മൂപ്പർ രണ്ടാമത് കുരുക്കന്മാരുടെ കല്യാണം മണ്ടോന്ന് ക്ഷീണിച്ച് ആ തെങ്ങിൻ്റെ തൊട്ട് കിടന്ന് അവിടെ നിന്ന് ആരോ വാച്ച് അടിച്ചോണ്ട് മുഹമ്മദ് ഖാന്റെ. അല്ല, സിംഗപ്പൂരിന് ആരോ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയ വാച്ചാണ്. അന്ന് വാച്ചൊന്നും കിട്ടി വളരെ അപൂർവമല്ല. അങ്ങനെ പിന്നെ ആളെയും വാച്ചിന് വണ്ടി നന്ദിയിലും വിളിച്ചില്ല. അതാണ് എന്നോട് പറഞ്ഞ അച്ഛൻ നമുക്ക് ഒഴിവാക്കണം. ആളായിട്ട് വലിയ ഞാൻ ബഹുമാനിക്കുന്നതിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ മൊയ്തീൻ ഖാൻ ഓർമ്മകളൊന്നും പങ്കുവെച്ച രസകരമായ ഓർമ്മകളും മുഹമ്മദിന്റെ ഒന്നിച്ചുള്ള നമ്മളെ ഇത് കോടിക്കൽ കടൽ ഭിത്തിക്ക് വേണ്ടി റെയിൽവേ ഗേറ്റിന് വേണ്ടി സീറ്റ് സൗദത്തിന് ആദ്യത്തെ സീറ്റ് സൗദത്തിന് ഒരുപാട് മെനക്കെട്ട്. അത് പിന്നെ എല്ലാ അതിന് വീട്ടിൽ പോക്കൂല, ഇതിനു വേണ്ടി തന്നെ ഓരോരുത്തർക്ക് കച്ചവടം ഉണ്ടായിരുന്നു. വ്യത്യാസമുണ്ട്. എന്തായാലും ഇത് മുഹമ്മദ് ഖാനായിട്ട് വളരെ ഇടപഴകി ജീവിക്കുകയും വളരെ സൗഹൃദമായിട്ട് ജീവിക്കുകയും ചെയ്ത ആൾക്കാരാണ്. 5-6 ദിവസം മുമ്പ് എന്നെ വിളിക്കുന്നുണ്ട്.
അഞ്ചറ്റത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ കാറിലടല്ലേ വണ്ടിയിലാണ് അവിടെ ഓട്ടത്തിലാണ്. അപ്പോൾ ഞാൻ നന്ദിയിലേക്ക് പോകാൻ മോളാണ്. അപ്പോൾ എന്നോട് എന്തെല്ലാം ഞാനാണേ പോക്കില്ല തലകറങ്ങുന്നത്. അപ്പോൾ എനക്കുണ്ട് സൂപ്പർ. ഇപ്പൊ അടുത്തൊരു ആക്സിഡന്റിലും പറ്റി എല്ലാം തളർന്ന് അവരെ രംഗത്ത് തന്നെ പാവം എല്ലാ കാര്യവും. എന്തായാലും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും പുതിയ തലമുറയോട് മൊയ്തീൻകാർപ്പൂറുള്ള സീനിയറായ ആളുകൾക്ക് നമ്മുടെ ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? ലഹരിയായിട്ട് യാതൊരു ഇതും ഉണ്ടാകാൻ പാടില്ല. ലഹരി നശിച്ചു നശിച്ചു കുടുംബം നശിച്ചു രോഗിയായി പോകും. ആയുസ്സും കുറഞ്ഞു പോകും. 10 ആയുസ് കൊല്ലം വരെ ജീവിക്കേണ്ട ആൾക്കാർ 45-50 വയസ്സാകുമ്പോൾ മരിച്ചു. പിന്നെ വളരെ സമൂഹത്തിന് ഒരു ഗുണമുണ്ട്. അവർക്ക് ദോഷമായിരിക്കും. അപ്പോ നിങ്ങൾക്ക് എന്റെ സന്ദേശം എന്ന് പറയുന്നത് പുതിയ തലമുറയോടുള്ള വസിയത്ത് ശരിക്കും പറഞ്ഞാൽ ലഹരിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായുള്ള സൗഹൃദം പോലും ഉണ്ടാകാൻ പാടില്ല. നന്നാക്കി എടുക്കാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.